നമസ്തേ. ശ്രീരേഖ രേഖാമണി ഹെയർ കെയർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏകദേശം 3 ആഴ്ചയായിട്ടോ വീഡിയോ ഒന്നും ഇടാൻ പറ്റിയിരുന്നില്ല. അമ്മ ഹോസ്പിറ്റലായിരുന്നു. അത് കാരണം എനിക്ക് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയിരുന്നില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ക്ഷമിക്കണം കേട്ടോ, കാണാൻ പറ്റാത്തതിൽ കേട്ടോ. അപ്പോൾ ഡിസ്ചാർജായി, കുഴപ്പമൊന്നുമില്ല, എല്ലാം മാറി കേട്ടോ. വീണ്ടും വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. എനിക്ക് വീഡിയോ ഇടാൻ പറ്റാത്തതിലൊക്കെ വിഷമമുണ്ടായിരുന്നു. നിങ്ങൾക്കൊന്നും കാണാൻ പറ്റില്ലല്ലോ എന്നോർത്തിട്ട് കേട്ടോ. അപ്പോൾ ഇനി മുതൽ വീഡിയോ ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഒരു തരത്തിലുള്ള പാക്കോ കാര്യങ്ങളോ ജെല്ലോ ഒന്നും എനിക്കും അപ്ലൈ ചെയ്യാൻ പറ്റിയിരുന്നില്ല കേട്ടോ. എണ്ണയായിട്ടും ഒന്നും ചെയ്തിരുന്നില്ല. പക്ഷെ മുടി വലിയ കുഴപ്പമില്ലാതെ അങ്ങനെ തന്നെ പോയി കേട്ടോ. അധികം കൊഴിഞ്ഞു പൊക്കോ ഒന്നുമില്ല. സ്വാഭാവികമായിട്ടുള്ള നോർമലായിട്ടുള്ള ചെറിയ രീതിയിലുള്ള മുടി കൊഴിച്ചു പോകേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം നമ്മളിവിടെ നമുക്ക് പറ്റുന്ന സാഹചര്യത്തിൽ നമ്മൾ ഒരുപാട് ഇതുപോലെ പാക്കും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ജെല്ലായിട്ടും എണ്ണയായിട്ടും അതുപോലെ ആയുർവേദ പൊടികളായിട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ആ സംരക്ഷണം നമുക്ക് എന്നേക്കുമായിട്ട് കിട്ടും. ഇതുപോലെ ഞാൻ കുംഭമേളയ്ക്ക് പോയപ്പോഴും 10-12 ദിവസം ഒന്നും തേച്ചിരുന്നില്ല, എന്നാലും മുടി കുഴപ്പമില്ലാതെ പോയി. അപ്പം നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന ഈ നമ്മുടെ സംരക്ഷണം, കേശ സംരക്ഷണം, അതായത് ജെല്ലിലൂടെയും പിന്നെ ആയുർവേദ പാക്കിലൂടെയും എണ്ണകളിലൂടെയൊക്കെ നമ്മൾ ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് നമുക്ക് എന്നത്തേക്കുമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പം ഇന്ന് നമ്മൾ ചെയ്യുമ്പോൾ ഇന്ന് മാത്രമല്ല, ഇതിൻ്റെ റിസൾട്ട് കാലാകാലങ്ങളോളം നമുക്ക് കിട്ടും. അതായത് നമ്മളിപ്പോൾ നമുക്ക് സമയമുള്ള സമയത്തൊക്കെ നമ്മൾ എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ ആയിട്ട് പാക്ക് ഉപയോഗിക്കും അല്ലേ. എന്തെങ്കിലും തരത്തിൽ നെല്ലിക്കപ്പൊടിയായിട്ടോ മൈലാഞ്ചിപ്പൊടിയായിട്ടോ അല്ലെങ്കിൽ ഇരട്ടിമധുരമായിട്ടോ അല്ലെങ്കിൽ ഇത് മൂന്നും മിക്സ് ചെയ്തിട്ടോ പിന്നെ എള്ളും കൂടി മിക്സ് ചെയ്തിട്ടും പിന്നെ 5 കൂട്ടം ഞാൻ പറഞ്ഞിരുന്നല്ലോ, അതൊക്കെ കൂടിയുള്ള മിക്സും കാര്യങ്ങളും എല്ലാം ചെയ്യാറുണ്ടായിരുന്നു അല്ലേ. പിന്നെ ചില സമയങ്ങളിൽ ജെല്ല് മാത്രം ഉപയോഗിക്കുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഉപയോഗിച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ നമ്മൾ ചെയ്യുന്നതിൻ്റെ ഗുണം നമുക്ക് എന്നത്തേക്കുമായിട്ട് നമുക്ക് മുടിക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് പറ്റുന്ന സമയത്ത് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ പറ്റാത്ത സമയത്ത് നമുക്ക് ആ മുടി അതേപോലെ തന്നെ നമുക്ക് കൊണ്ടുപോകാനും സാധിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പലതരത്തിലുള്ള എണ്ണകൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. അതിൽ നീലിഭൃങ്ങാതി ഉപയോഗിക്കാറുണ്ട്, എള്ളെണ്ണ ഉപയോഗിക്കാറുണ്ട്, പിന്നെ ചെമ്പരത്തിയുടെ എണ്ണ ഉപയോഗിക്കാറുണ്ട്, അങ്ങനെ കയ്യുണ്ണിയും പിന്നെ കാച്ചിയ എണ്ണ, ഉരുക്ക് വെളിച്ചെണ്ണ, ഇങ്ങനെ ഒരുപാട് തരത്തിലുള്ള ഞാൻ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന ശേഷം, അതായത് അമ്മ ഡിസ്ചാർജ് ചെയ്ത് വന്ന ശേഷം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഇതുപോലെ നീലിഭൃങ്ങാതി ഞാൻ തേച്ചുകൊണ്ടിരിക്കുന്നതാണല്ലോ, നിങ്ങളെ ഇതിനു മുമ്പ് കാണിച്ചിട്ടുണ്ട്. ഈ നീലിഭൃങ്ങാതി തലമുടി നിറച്ചു, തലോട്ടിലും തലമുടിയിലൊക്കെ തേച്ചു ഞാൻ. കാരണം ഇത്രയും ദിവസം ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ, പാക്കും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത കാരണം ഞാനിത് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ എടുത്തു അളവെടുത്തിട്ട് തലയോട്ടിലും തലമുടിയിലും കംപ്ലീറ്റ് തേച്ച് പിടിപ്പിച്ചു. എന്നിട്ട് ഞാൻ നെല്ലിക്കപ്പൊടിയും മൈലാഞ്ചിപ്പൊടിയും മിക്സ് ചെയ്തെടുത്തിട്ട് ഈ എണ്ണ അപ്ലൈ ചെയ്തതിന് ശേഷം ഈ നെല്ലിക്കപ്പൊടിയും മൈലാഞ്ചിപ്പൊടിയും കൂടി മിക്സ് ചെയ്ത പേസ്റ്റ് തലയോട്ടിലും തലമുടിയിലൊക്കെ തേച്ചിട്ട് വെറും വെള്ളത്തിൽ വാഷ് ചെയ്ത് കളഞ്ഞു. 1 മണിക്കൂർ നമുക്ക് വെയിറ്റ് ചെയ്യാം. 1 മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ട് വെറും വെള്ളത്തിൽ വാഷ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ അതുവരെ നമുക്ക് തലയൊക്കെ ചൂടായിട്ടിരിക്കുന്നുണ്ടാവുമല്ലോ, ഒന്നാമത്തെ ചൂട് കാലാവസ്ഥ, പിന്നെ ഇതൊന്നും അപ്ലൈ ചെയ്യാത്ത കാരണം ചൂട് കൂടും. പക്ഷെ വെള്ളം കുടിച്ചോണ്ടിരുന്നു കേട്ടോ. ചൂട് കൂടുന്ന സമയത്ത് ഇപ്പം നമ്മൾ ഇതുപോലെ കുരുക്കളൊക്കെ നമുക്ക് വന്നു തുടങ്ങും. ആ സമയത്ത് നമ്മൾ ഇതുപോലെ നീലിഭൃങ്ങാതി തണുപ്പാണ് തലയ്ക്ക്. അപ്പോൾ നീലിഭൃങ്ങാതി നല്ലവണ്ണം തേച്ച് പിടിപ്പിച്ചിട്ട് അതിനുശേഷം ഞാൻ പറഞ്ഞ ഈ നെല്ലിക്കപ്പൊടിയും മൈലാഞ്ചിപ്പൊടിയും ചേർത്തുള്ള പേസ്റ്റ്, അത് തലമുടിയിലും പാക്കാണ്, തലമുടിയിലും തലോട്ടിലൊക്കെ തേച്ച് പിടിപ്പിച്ചു. 1 മണിക്കൂർ കഴിഞ്ഞ് വാഷ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ മുടി പഴയ അവസ്ഥയിലേക്ക് വന്നു. കണ്ടോ, ഇതിൽ അധികം എണ്ണയും പിടിച്ചിരിക്കുന്നില്ല. അപ്പം നമുക്ക് തലമുടി നിറച്ചും എണ്ണ തേച്ചാലും ഇതുപോലെയുള്ള ഈ പാക്ക് തേച്ചിട്ട് നമുക്ക് ഓവറായിട്ടുള്ള എണ്ണ, അത് ആവശ്യത്തിന് നമുക്ക് തലമുടിക്കും തലോട്ടിലൊക്കെ തേച്ച് പിടിപ്പിക്കാം. അത് ആഗിരണം ചെയ്യും ആവശ്യത്തിന്. അത് കഴിഞ്ഞിട്ട് എക്സസ് ആയിട്ടുള്ള എണ്ണ നമുക്ക് കളയാൻ വേണ്ടിയിട്ടാണ് ഈ പാക്ക് ഉപയോഗിക്കുന്നത്. കണ്ടോ, അപ്പോൾ വലിയ കുഴപ്പമില്ലാതെ മുടി നമുക്ക് കൊണ്ടുപോകാനും സാധിക്കും.
കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സമയം കിട്ടുമ്പോൾ ഒന്നും പാഴാക്കി കളയരുത് കേട്ടോ. നമ്മൾ ഡെയിലി വണ്ണം എന്തെങ്കിലും പാക്കായിട്ട് അപ്ലൈ ചെയ്യുക, അതല്ലെങ്കിൽ ജെല്ലായിട്ട് അപ്ലൈ ചെയ്യുക, ഒന്നുമില്ലെങ്കിൽ എണ്ണ തൊട്ടുപിടുത്തുക. അപ്പോൾ ഇങ്ങനെ നിരന്തരം നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മുടി വേണ്ട സംരക്ഷണം നമുക്ക് കിട്ടും. മുടിക്കും തലയോട്ടിനും എല്ലാത്തിനും വേണ്ട സംരക്ഷണം കിട്ടും. അപ്പോൾ കുറേ നാളത്തേക്ക് നമുക്ക് ഒന്നും അപ്ലൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും വലിയ പ്രശ്നമില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റും. ഇത് വളരെ ഒരു സന്തോഷമാണ്, നിങ്ങൾക്കും കൂടി ഒരു അനുഭവം ആയിക്കോട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ ഈ നീലിഭൃങ്ങാതിയെ കുറിച്ചിട്ടുള്ള വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഗുണങ്ങളും അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഉള്ളൊന്ന് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം കിട്ടും കേട്ടോ. അപ്പോൾ കാണാത്തവർ അത് കണ്ടു നോക്കും. അപ്പം നമുക്ക് തലമുടിക്കൊക്കെ നല്ല കൂളിംഗ് ആയിരിക്കും, മുടിക്ക് നല്ല കളറും കിട്ടും. അപ്പം ഇതുപോലെ ഒരുപാട് ദിവസം ഒന്നും ചെയ്യാൻ പറ്റാതെ ചെയ്യുന്നവർക്ക് ഇതുപോലെ നീലിഭൃങ്ങാതി തേച്ചിട്ട്, നീലിഭൃങ്ങാതി എണ്ണയുണ്ട് വെളിച്ചെണ്ണയുണ്ട്. ഞാൻ എണ്ണയായിട്ടും വെളിച്ചെണ്ണയായിട്ടും മാറി മാറി തേക്കാറുണ്ട് കേട്ടോ. അപ്പോൾ എണ്ണ വേണ്ടവർക്ക് എണ്ണ തേക്കാം, വെളിച്ചെണ്ണ വേണ്ടവർക്ക് വെളിച്ചെണ്ണ തേക്കാം. കമ്പനി ഏത് കമ്പനിയെന്നൊന്നുമില്ല കേട്ടോ. നമുക്ക് ഏത് കമ്പനി കിട്ടുന്നോ, ഏത് ബ്രാൻഡാണോ അത് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. ആയുർവേദം അല്ലേ, ഏത് കമ്പനി ആയാലും കുഴപ്പമില്ല, ബ്രാൻഡ് ഏതായാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെയൊക്കെ അപ്ലൈ ചെയ്യുക, ഇങ്ങനെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിന് നമുക്ക് എപ്പോഴും ഈ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കത് അറിയണ്ടാവില്ല ഓരോരുത്തർക്കും, അല്ലേ, എന്തിനാ ഡെയിലി ചെയ്യണേന്നൊക്കെ ചോദിക്കാം ചിലവർ. അപ്പോൾ നമ്മൾ അത് ഇതിൻ്റെ ഗുണങ്ങൾ നമുക്ക് കലകാലങ്ങളോളം നിൽക്കും. ഇന്ന് തേച്ചാൽ ഇന്ന് മാത്രമല്ല അതിൻ്റെ ഗുണം കിട്ടുന്നത്, ഗ്രാജുവലി നമുക്കത് കിട്ടിക്കൊണ്ടിരിക്കും. അങ്ങനെയുള്ള ഈ ബുദ്ധിമുട്ടുള്ള സമയത്തൊക്കെ നമുക്ക് അപ്ലൈ ചെയ്തില്ലെങ്കിലും നമുക്ക് ഇതുപോലെ മുടി കേടാവാതെയൊക്കെ, നശിക്കാതെയൊക്കെ, ഊരിപ്പോവാതെ ഒക്കെ, പൊട്ടിപ്പോവാതെയും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അധികം പ്രയാസമൊന്നും ഉണ്ടായിരുന്നില്ല മുടി. എന്നാൽ എനിക്ക് വെടുത്താൻ പോലും പറ്റിയിരുന്നില്ല. ഹോസ്പിറ്റലൊക്കെ വെച്ചിട്ട് നമുക്ക് മുടി വെടുത്താൻ പറ്റിയിരുന്നില്ല, എന്നാൽ വെറുതെ കെട്ടിയിരിക്കുകയുള്ളൂ. എന്നാലും വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ മുന്നോട്ട് പോകാൻ പറ്റി കേട്ടോ. അപ്പം ഇതുപോലെ എല്ലാവരും നമുക്ക് കിട്ടുന്ന സമയത്ത് നമ്മൾ പാഴാക്കരുത് കേട്ടോ. ഇതുപോലെ ഓയിലും അതുപോലെ ജെല്ലോ പാക്കോ എന്തെങ്കിലുമായിട്ട് മാറി മാറി നമ്മൾ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഇതൊക്കെ ഒന്ന് പറയാം എന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് വന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ. എന്നെ അന്വേഷിച്ച് എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ കാരണം ഇതാണ്, വീഡിയോ ഇടാൻ പറ്റാത്തതിൽ. അതിനിപ്പോൾ സ്ഥിരമായിട്ട് വീഡിയോ ഉണ്ടാവും കേട്ടോ. കൂട്ടുകാരെ, നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി ഇരിക്കുക. എല്ലാവർക്കും നല്ലത് വരട്ടെ. നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം.